ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ബോയിൻ്റെ ഫേസ് കട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വളച്ചിട്ടൊരു 1 എന്നുള്ള നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സി തിരിച്ചിട്ട് ആ ഒരു ഷേപ്പ് അതിൽ ജോയിൻ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ വളച്ചിട്ടുള്ള 1 അതിൻ്റെ സെൻറ്ററിലൊരു പോയിൻ്റ് ഇട്ടിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പോയിൻ്റിൽ നിന്ന് ആ ലൈനിൽ നിന്ന് നേരെ താഴേക്ക് അളവെടുത്തിട്ട് സെൻറ്ററിലൊരു പോയിൻ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ പോയിൻറ്റിൽ രണ്ടാമത്തെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും രണ്ടാമത്തെ ലൈനിൽ നിന്ന് താഴേക്ക് സെൻറ്ററിൽ കണക്കാക്കിയിട്ട് ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 3 ലൈന് കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ ലൈനിൻ്റെ അവിടെ നോക്കുക, കുറച്ച് ഉയർത്തിയിട്ട് ഒന്നാമത്തെ ലൈനിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് നമ്മൾ നോസ് ആണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലൈന് വരെ ചെയ്യാൻ പാടുള്ളൂ. നോസ് ചെയ്ത് കൊടുക്കുകയാണ്. HB പെൻസിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ 2 ലൈനോട് അതായത് സെൻറ്ററിലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനും തമ്മിലുള്ള അവിടെ സെൻറ്ററിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അപ്പർ ലിപ്സ് ചെയ്ത് കൊടുക്കണത് നോസിൻ്റെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. താഴെ ലിപ്സ് കുറച്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ. കാരണം അത്ര ഉയർത്തിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, അതിനേക്കാളും താഴ്ത്തിയിട്ടാണ് നമ്മൾ താടിയിൽ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഒന്നാമത്തെ ലൈനുമേ നമ്മൾ എന്താ ചെയ്യണത്, കണ്ണ് ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ കോണായിട്ട് ചെയ്തിട്ടാണ് കണ്ണിൻ്റെ ഷേപ്പ് ചെയ്യുന്നത്. സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന കണ്ണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇനി ഐബ്രോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ചെയ്യാം. ഇനി ഈ 2 ലൈനിൻ്റെയും ഉള്ളിലായിട്ട്, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഇയർ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത് റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ആ ചെവിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ചെവി കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ ചെരിച്ചിട്ടാണ് മുടിയുടെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ലിപ്സിൻ്റെ ചെരിവ് ചെറുതായിട്ട് കളർ കുറച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ചെരിച്ചിട്ടുള്ള ലൈനുണ്ട് മായ്ച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഹെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഡി പോലെ ഷേപ്പ് ചെയ്തില്ലേ, അതിൻ്റെ പുറത്ത് കൂടെ കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഹെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ ലെങ്ത്ത് കുറച്ചിട്ട് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക. നമുക്ക് മുഖത്തിന് ഷേപ്പ് തരുന്നത് ഈ ഒരു താടിയുമെന്ന് ചെവിയുമൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ഫേസിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഫേസ് കട്ട് കിട്ടുക കേട്ടോ. പിന്നെ ഇവിടെ ഷർട്ട് കോളർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്ന ഭാഗം റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള മാർക്കുകളുണ്ടല്ലോ, 3 ലൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കുക കേട്ടോ. അതൊക്കെ മായ്ച്ചിട്ട് നമ്മൾ കുറച്ച് വല്ലാതെ ഡാർക്കാക്കണ്ട. നമ്മൾ മായ്ക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ മാഞ്ഞ് പോഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. വളരെ ഡാർക്കായിട്ട് ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം കളറിൽ മാത്രമാണ് ഡ്രോയിങ്ങിൽ ഔട്ട്ലൈൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഷെയ്ഡൊന്നും ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് നിങ്ങൾക്കത് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ.